ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര ഫ്രം പ്രാണ ഹോമിയോപ്പതി. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കൊളസ്ട്രോളിനെ പറ്റിയാണ്. അപ്പോൾ പല പേഷ്യൻസും വന്ന് ഡൗട്ട് ചോദിക്കലുണ്ട്, ഡോക്ടർ ലിപ്പിഡ് പ്രൊഫൈലൊക്കെ എടുക്കുമ്പോൾ അതിൽ VLDL, HDL, LDL, ട്രൈഗ്ലിസറൈഡ്സ് അങ്ങനെ പല പല വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ്, അത് നമുക്ക് കുഴപ്പമുണ്ടെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, മെഡിസിൻ കഴിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പല ഡൗട്ട്സ് വരാറുണ്ട്. അതൊക്കെ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിസൈറബിൾ റേഞ്ചിന് മുകളിൽ പോകുമ്പോഴാണ് അത് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കൊളസ്ട്രോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നമ്മുടെ സെൽ മെമ്പറൈൻ ബിൽഡിങ്ങിനും ടിഷ്യൂ ബിൽഡിങ്ങിനും വൈറ്റമിൻ D അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അതുപോലെ സെക്സ് ഹോർമോൺ പ്രൊഡക്ഷൻ, അഡ്രിനാലിൻ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ബയൽ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അത് എപ്പോഴെങ്കിലും ഒരു ഡിസൈറബിൾ റേഞ്ചിന് മുകളിൽ പോകുമ്പോഴാണ് അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടോട്ടൽ കൊളസ്ട്രോൾ, ഇപ്പോൾ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു 9 മുതൽ 12 മണിക്കൂർ വരെയെങ്കിലും ഫാസ്റ്റ് ചെയ്തിട്ട് വേണം പിറ്റേന്നൊരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യാൻ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു കറക്റ്റ് വാല്യൂ കിട്ടുകയുള്ളൂ. ഒരു നല്ലൊരു ലാബിൽ ചെന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 9 മുതൽ 12 മണിക്കൂർ വരെ ഫാസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കാനായിട്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ വാല്യൂ ആണ്. ഇപ്പോൾ നമ്മളൊരു ഡിസൈറബിൾ റേഞ്ച് ഓഫ് ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും 200-ന് താഴെയാണ്. 200-ന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല പ്രത്യേകിച്ച്. ഇപ്പോൾ 200-ന് താഴെയാണെന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ റേഞ്ചാണ്. ഇനി ഒരു 200 to 240 റേഞ്ച് ആണെങ്കിൽ നിങ്ങൾ അതിൽ ഡയറ്റൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എപ്പോഴും 240-ക്ക് മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 200 to 240 റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളത് ഡയറ്ററി മാനേജ്മെൻറ്റ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇനി 240-ക്ക് എബോവ് ആണ് നിങ്ങളുടെ റേഞ്ച് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ മെഡിസിനൽ സപ്പോർട്ട് ആവശ്യമായി വന്നേക്കും. നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് മാത്രം ചിലപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ കൊളസ്ട്രോൾ കുറയാൻ ചാൻസ് ഇല്ല. അങ്ങനെയുള്ള കേസുകളിലാണ് നമുക്ക് മെഡിക്കേഷൻ ആവശ്യമായി വരുന്നത്. അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ എപ്പോഴും ഒരു ഡിസൈറബിൾ വാല്യൂ എന്ന് പറയുന്നത് 200-ന് ബിലോ ആയിരിക്കും. ഇനി നമ്മുടെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ഡിസൈറബിൾ റേഞ്ച് പറയുന്നത് 150-ക്ക് ബിലോ ആണ്. അപ്പോൾ അതൊരു 200 അല്ലെങ്കിൽ 250 എബോവ് ഒക്കെ പോകുവാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ഡയറ്ററി മാനേജ്മെൻറ്റ് നോക്കുക. അങ്ങനെ പറ്റാത്ത കേസുകൾ നമ്മൾ മെഡിക്കേഷനിലൂടെ മാനേജ് ചെയ്യേണ്ടി വരും. ട്രൈഗ്ലിസറൈഡിൻ്റെ റേഞ്ച്, അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡൊക്കെ എപ്പോഴും നമ്മൾ കുറഞ്ഞിരിക്കണം. കാരണം ട്രൈഗ്ലിസറൈഡൊക്കെ നമുക്ക് ഹാർട്ട് ബ്ലോക്കും അതുപോലെ തന്നെ ഹാർട്ട് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ഫാക്ടറാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. അതൊരു ബാഡ് കൊളസ്ട്രോളിൽ പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളിൽ ഗുഡ് കൊളസ്ട്രോളും ഉണ്ട്, ബാഡ് കൊളസ്ട്രോളും ഉണ്ട്. അപ്പോൾ നമ്മുടെ റീഡിങ്സിൽ HDL എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനാണ്. HDL എന്ന് പറയുന്ന ഒരു ഡിസൈറബിൾ റേഞ്ച് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു 60 എബോവ് ആണെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ലെവൽ ഓഫ് HDL ഉണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ HDL ഒരു 40 ബിലോ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. HDL കൂട്ടാനുള്ള ഒരു ഡയറ്റും മാനേജ്മെൻറ്റും ഒക്കെ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ HDL എപ്പോഴും ഒരു 60 എബോവ് ആണ് മാക്സിമം നമുക്ക് നല്ലൊരു ഡിസൈറബിൾ റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ ബാഡ് കൊളസ്ട്രോളിനകത്ത് വരുന്ന ഫാക്ടേഴ്സാണ് LDL, VLDL, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് എല്ലാം ഈ ബാഡ് കൊളസ്ട്രോൾ പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് LDL എന്ന് പറയുന്ന ഒരു ഡിസൈറബിൾ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 130-ക്ക് ബിലോ ആയിരിക്കണം നമ്മുടെ LDL വാല്യൂ എന്ന് പറയുന്നത്. ഈ LDL വാല്യൂ ഒരു 160 എബോവ് റേഞ്ച് വരുവാണെങ്കിൽ അത് നമുക്ക് അപകടകരമായ രീതിയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുവാണെന്ന് മനസ്സിലാക്കണം. അവിടെ നമ്മൾ ഒന്നും മെഡിക്കേഷൻ സപ്പോർട്ടൊക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്ററി മാനേജ്മെൻറ്റ് കൊണ്ട് തന്നെ നമ്മളതിനെ മാനേജ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒരു ഹാർട്ട് കംപ്ലയിൻസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ബാഡ് കൊളസ്ട്രോൾ കൂടുന്നത് ലീഡ് ചെയ്യാം. നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ പ്ലേറ്റ്സ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെയുള്ള കണ്ടീഷൻസിലോട്ടൊക്കെ ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ബാഡ് കൊളസ്ട്രോൾ കുറച്ച് ഗുഡ് കൊളസ്ട്രോൾ കൂട്ടി തന്നെ നിർത്തണം. ഗുഡ് കൊളസ്ട്രോൾ കൂടുമ്പോൾ അത് നമ്മുടെ ഈ ഓവറായിട്ടുള്ള ഫാറ്റിനെയൊക്കെ അത് മാറ്റുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയമാണ്, നമ്മൾ അധികം എണ്ണയൊന്നും യൂസ് ചെയ്യില്ല, അധികം പലഹാരങ്ങളൊന്നും കഴിക്കാത്ത ആളുകളാണ്, നമ്മൾ വെജിറ്റേറിയൻസ് ആണ്, എന്നിട്ട് നമുക്ക് കൊളസ്ട്രോൾ എന്തുകൊണ്ടാണ് കൂടുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമിതമായ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചോറ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്, ചില ആൾക്കാർ 2-3 നേരം ചോറാണ് കഴിക്കുന്നത്, അപ്പോൾ ചോറിൻ്റെ ക്വാണ്ടിറ്റിയും കൂടുതലാണ്. അങ്ങനെയുള്ള എക്സ്ട്രാ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കൊണ്ട് അത് ഫാറ്റായിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്കും കൊളസ്ട്രോൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് നിങ്ങൾ എണ്ണയോ മാത്രം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല കൊളസ്ട്രോൾ വരുന്നത്. അതുപോലെ തന്നെ നോൺ വെജ്
എല്ലാവർക്കും ഇതാണ്, കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കാണ് അവരുടെ കൊളസ്ട്രോൾ കൂട്ടാനുള്ള കാരണം. അതുപോലെ തന്നെ ഗീ എന്നിവയൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കൊളസ്ട്രോൾ കൂടുന്നതിന് ചാൻസ് ഉണ്ട്. നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലിൽ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അത് ഒരു നിങ്ങൾ നല്ലപോലെ ഡയറ്ററി ചേഞ്ചസ് വരുത്തേണ്ടിയിരിക്കും. അതുപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്നിവ വഴിയൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ പിന്നെ മെഡിക്കേഷൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെ മാനേജ് ചെയ്യണം. അങ്ങനെ ഇല്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ ലീഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു റീഡിങ്സ് ഈ പറഞ്ഞ മോഡറേഷൻ ലെവലിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസും ഗൈഡൻസും ഒക്കെ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹോമിയോ ആൻഡ് കൊളസ്ട്രോളിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഈ ടോട്ടൽ കൊളസ്ട്രോളും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ കുറയ്ക്കാൻ ഹോമിയോയിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇപ്പം ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കുറയ്ക്കാൻ തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന നമ്മൾ ഗോമറിയുടെ ടിഞ്ചർ, അതുപോലെ തന്നെ അർജുന, കുർക്കുമ, അലിയം സറ്റേവ അങ്ങനെയുള്ള ടിഞ്ചേഴ്സൊക്കെ നമുക്ക് നല്ലപോലെ എഫക്റ്റീവായിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഹെൽപ്ഫുള്ളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ഒരു മാസം മെഡിസിൻ കഴിക്കുക, അല്ലെങ്കിൽ ഒരു മാസം ഡയറ്ററി ചേഞ്ചസ് ഒക്കെ വരുത്തി. ഇനി ഡയറ്റിനെ പറ്റിയൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ യൂസ്ഫുള്ളായിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ കൊളസ്ട്രോളും അതുപോലെ ഈ പറഞ്ഞ VLDL, HDL ഇതെല്ലാം ഒരു മിനിമം മോഡറേറ്റ് ലെവലിൽ നിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.